ഞാൻ കുറേ ചാനൽസിൽ കണ്ട് ഈ ആങ്കേഴ്സിന് എന്തിനാ അങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ട്, അടിക്ക് പോകുന്നുണ്ട് അല്ല എണിച്ചിട്ട് പോകും. ഇപ്പൊ ഞാൻ ഉണ്ട് മോളെ, ഇപ്പൊ നീ എന്താ എന്നാ ചെയ്യാൻ പോകുന്നുണ്ട്? ഇത് അമ്മ ഇതേ അത് നമുക്കിപ്പം എന്തെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രിഗറായി വരുന്ന എന്തെങ്കിലും പോയിന്റ്സ് വരും. സ്വാഭാവികമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ചില വിഷയങ്ങളിൽ ഈ ചാനലുകളിലൊക്കെ കാണുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമ്മൾ ഇങ്ങനെ ചെയ്യാം, അതൊരു ചാനൽ റീച്ചിക്കാകെ. അതായത് അത് സീരിയസ് അല്ല. അത് സീരിയസ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ സീരിയസ് ആണ്. കാരണം അവർ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് തരത്തില്ല. എന്തെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എങ്ങനെ എവിടുന്ന ധൈര്യം വരുന്നുണ്ട്? അല്ല തള്ളാണോ? ഇല്ല, ഈ റോങ് ആയിട്ട് നമ്മളെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന അല്ല റോങ് ആയിട്ട് അവർ നിന്റെ മേലെ കൈ വെച്ചാൽ അത് തെറ്റ്. ഓക്കെ, ഒന്നും ചെയ്യാതെ വെറുതെ ക്വസ്റ്റ്യൻ കേട്ടാൽ നിനക്ക് ഇത്ര ദേഷ്യം വരും. അപ്പൊ എന്നെ എത്ര കാൽ ക്വസ്റ്റ്യൻസ് എന്നെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ജനതിക കോട്ടതി അതിനൊക്കെ എന്നെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും അങ്ങനെ ട്രിഗർ ആയോ? അല്ല, എനിക്ക് ട്രിഗർ വരുന്ന ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേക്കും എനിക്കതൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നിന്നെ ട്രിഗർ ചെയ്യ ക്വസ്റ്റ്യൻസ് മാത്രം കേൾക്കുള്ളൂ. അമ്മ ചോദിച്ചില്ല, എനിക്ക് പ്രശ്നം. അതാണ് പ്രശ്നം. എനിക്ക് അത് വരുന്ന ഒരു ഫസ്റ്റ് പ്രശ്നം, അമ്മ ചോദിച്ചാൽ ഒന്നും പ്രശ്നമില്ല. അല്ലല്ല, അമ്മ ചോദിക്കും. ഞാൻ എന്തായാലും എൻ്റെ പോയിന്റ്സുകൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. അമ്മ ഉണ്ടായിരുന്നാലും ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ആ ഹോസ്റ്റേഴ്സും ഇരിക്കുന്നത്. ഞാൻ ഇന്ന ഒരാളാണെന്ന് അവരൊരു അസംഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇവർ ഭയങ്കര ബാഡാണ്, ഇവരോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിങ്ങനെ റിയാക്ട് ചെയ്യും, അപ്പം അത് നമുക്കൊരു കണ്ടന്റ് ആവും എന്ന് അവർ തന്നെ വിചാരിച്ചിട്ട് എനിക്കൊരു സെറ്റ് ഓഫ് സംഭവം തരുന്നതാണ്. അങ്ങനെ തരുന്ന സമയത്ത് എനിക്ക് അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം അവരെന്നോട് അങ്ങനെയാണ് ചോദിക്കുന്നത്. മര്യാദയ്ക്ക് വന്നിന്ന് ദിയാസനെ പറ്റിയിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ദിയാസന ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ, നിങ്ങൾ അതെങ്ങനെ ചെയ്തത്, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ചെയ്തതില്ല, നിങ്ങളുടെ ആക്ടിവിസം നിങ്ങൾ എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മളെ പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു റെസ്പെക്റ്റ് തരാതെ, നമ്മളൊരു സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമുക്കൊരു റെസ്പെക്റ്റ് തരാതെ, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അമ്മ, അത് തരാതെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളങ്ങ് ഹറാസ് ചെയ്യും, അവരങ്ങ് വാക്കുകൾ കൊണ്ടുള്ള അബ്യൂസിങ് നടത്തുകയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു റിയാക്ഷൻ വരും. അത് താൻ വരുന്നത് ശരിക്കും. പിന്നെ കുറേ അധികവും ഈ പറഞ്ഞ പോലെ റീച്ചിങ്ങിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പൈസ വാങ്ങിക്കും. ഒബ്വിയസ്ലി നമ്മൾ ഇൻ്റർവ്യൂവിന് അവർക്കൊരു കണ്ടന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും അവർ തരും. അപ്പോൾ അതിനുള്ള വർക്ക് നമ്മളങ്ങ് ചെയ്തു കൊടുക്കും. എനിക്ക് യൂട്യൂബില്ല, അതുപോലെ ഫേസ്ബുക്ക്, ഇതൊന്നും ഈ റണ്ണിങ് പ്രോസസ്സായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് വരുമാനം കിട്ടുന്ന തരത്തിൽ എനിക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്കിതൊക്കെ തന്നെയാണ് എൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഇവൻറ്റ് ജോലികൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൈസകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനെ സെല്ലിങ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് നിനക്കില്ല, പക്ഷെ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ നീ അല്ലേ എല്ലായിടത്തിലുണ്ട്. ഒരു കല്യാണം നീ ഉണ്ട്, ആ കല്യാണം പെണ്ണ് കാട്ടിലും കൂടുതൽ സുന്ദരിയായിട്ട് ബ്രൈഡൽ സെറ്റ് ഒക്കെ ഇട്ടിട്ട് നീ അല്ലേ വരുന്നുണ്ട്. എപ്പോ യൂട്യൂബ് ഓപ്പൺ ചെയ്താലും നിന്നല്ലേ കാണാം. പിന്നെ നീ എന്തിനാ അത് ഒന്ന് ഓപ്പൺ ചെയ്യാത്ത ഒരു അക്കൗണ്ട്? അത് എനിക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടമ്മ, പക്ഷെ എന്ത് ചെയ്യാനത് എനിക്കത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനല്ല, നീ അത് ചെയ്താൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നീ എന്താ ചെയ്യുന്നത്. ഇപ്പോ നീ ചെയ്യുന്ന കാര്യം എനിക്ക് മനസ്സിലാവും. ഇതിനു വേണ്ടിയാ ഇങ്ങനെ ചെയ്തത്. പക്ഷെ നമുക്കൊരു വീഡിയോ, നമുക്കൊരു ചാനൽ ഉണ്ടായാലേ, പ്രത്യേകിച്ച് നമ്മൾ ഇത് എന്തിനു ചെയ്യുന്നെന്ന് നമുക്ക് ചാനലിൽ നമുക്ക് ഇടാം. അതല്ലാതെ പുറത്ത് വരുന്ന ചാനൽക്ക് നീ അങ്ങനെ പിടിക്കുന്നു അടിക്കുന്നു ആ സംഭവം മാത്രം മതി. അത് വെച്ചിട്ട് അവരാണ് പൈസ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ആണ് ഓരോ വീഡിയോ. അപ്പോൾ നീ പെട്ടെന്ന് നീ വന്ന് ഒരു ചാനൽ ഓപ്പൺ ചെയ്യണം. അതില് എന്നെ വിളിച്ച് ഒരു ഏതാത് നമുക്ക് ചെയ്യാം. എൻ്റെ ബുക്ക് റിലീസിങ് இருக்கு, അമ്മക്ക് தெரியும்லையா? அப்ப அந்த டைம்ல നമുക്ക് ഇതുമേ സ്റ്റാർട്ട് பண்ணி വെക്കാം. എന്തിന് ബുക്ക് എഴുതണമെന്ന് തോന്നി? ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിത ചരിത്രമൊന്നും എഴുതാൻ വേണ്ടിയിട്ടുള്ള ടൈമൊന്നും നമുക്കായിട്ടില്ല. പക്ഷെ എൻ്റെ ജേണിയിൽ എനിക്ക് കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ എന്താണെന്നുള്ളതൊന്നും അധികം ആളുകൾക്ക് അറിയത്തില്ല. ഇപ്പം എന്നെ ആളുകൾ പലതരത്തിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഇപ്പം ഒരു ആർട്ടിസ്റ്റ് വന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചാലോ ഡയറക്റ്റ് ചെയ്താലോ പ്രൊഡ്യൂസ് ചെയ്താലോ അവർ ചെയ്യുന്ന എന്ത് തൊഴിലിനെയും അബ്യൂസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും മാത്രമാണ് സമൂഹത്തിൽ കുറേ ആളുകൾ ഇരിക്കുന്നത്. കുറേ ആളുകൾ, ഞാൻ പറയണത് എല്ലാ മനുഷ്യരെയും അല്ല, ഒരു പണിയില്ലാതെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾസ് ആയിട്ട് ഇരിപ്പുണ്ട് അവർ. അപ്പോൾ ഇവർ വന്ന് നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ എന്ത് ഏത് എന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഒരിക്കലെങ്കിലും ഞാൻ മരിച്ചു പോയാലും
ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അടുത്ത തലമുറ അവരൊക്കെ അത് കാണണമെന്നൊക്കെ ഉള്ളത് എനിക്ക് പേഴ്സണലി അത് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു സംഭവം എഴുതുന്നതാണ്. കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങോട്ട് കുറേ സ്ട്രഗിൾഡ് ആണ്, അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ. സ്വാഭാവികമായിട്ടും അങ്ങനെ എഴുതാനുള്ളതുണ്ട്. ഞാൻ അങ്ങനെ പണിയെടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു ബുക്ക് എഴുതണമെന്നുള്ളത് ഒരു ആഗ്രഹം എനിക്കുണ്ടായതാണ്. ഓക്കെ, ചെറുപ്പത്തിലെ മാരേജ് ആയല്ലേ? അതെ അതെ അതെ. എന്തിനാ ഡിവോഴ്സും നിനക്ക് അതൊക്കെ മനസ്സിലായോ? അപ്പോൾ ഡിവോഴ്സ് എന്താന്ന് മനസ്സിലായോ? ഇല്ല, ഒന്നും കല്യാണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അമ്മ. പിന്നെ എങ്ങനെയാണ് ഡിവോഴ്സ് എങ്ങനെയാണെന്ന്, അതിൻ്റെ ഇടയിലാണ് പ്രഗ്നൻ്റ് ആവുന്നത്, അതൊന്നും മനസ്സിലായിട്ടില്ല ശരിക്കും. എങ്ങനെയോ ഒരു ചെറിയ പ്രായത്തിലാണ് മാരേജ് കഴിഞ്ഞു, ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ വിഷയങ്ങളും ഇവരുമായിട്ടൊക്കെ സെപ്പറേറ്റഡ് ആയി. ഭയങ്കര ഒരു പ്രശ്നം ഉള്ള ഒരാളായിരുന്നു. എന്നെ വളരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും അതുപോലെ എൻ്റെ ഉമ്മായും വാപ്പായും എനിക്ക് കുറേ സ്വർണവും സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആള് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടുപോയി അയാളുടെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നെ നല്ല രീതിയിൽ പണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറേ ഫിസിക്കലി അബ്യൂസിങ്ങും കിട്ടി. രണ്ടാമതും ആക്ച്വലി പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വയറ്റിലൊക്കെ നോക്കി ചവിട്ടി, ഞാൻ ബ്ലീഡിങ് ഒക്കെ ആയി. ഞാനൊരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. അവിടെ നിന്നൊക്കെ ഇങ്ങ് വീട് വിട്ടിറങ്ങി സർവൈവ് ചെയ്ത് വന്ന ആളാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരിക്കുന്ന ധൈര്യം എനിക്ക് അവിടെ നിന്ന് വന്നതാണ്. അല്ല, അപ്പം ഇല്ലായിരുന്നു അമ്മ. അതെ, അപ്പോൾ ഇല്ലാതെ പോയിന്ന് തോന്നുന്നു. ഉറപ്പായിട്ട് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ വളരെ ചെറിയ കുട്ടിയല്ലേ. ഞാനൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് വളർന്ന് കുറേ പാമ്പറിങ് ഒക്കെ കിട്ടി. മാമന്മാരും അമ്മയും അവരൊക്കെ എന്നെ നോക്കി വളർത്തി. അപ്പം അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് എന്നെ മാരേജ് ചെയ്യിക്കുന്നു, അവിടെ നിന്ന് കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ട് ഇറങ്ങുന്ന സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് നിന്നിരുന്ന് സംസാരിക്കുക പോലും ഉണ്ടാവില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഓർത്തഡോക്സ്. അതാണ് നിങ്ങൾക്ക് കൊടുത്ത ഒരു ലെസൺ. നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കണം എന്ന് കൊടുത്ത ലെസൺ. എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളിനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് നന്നായി. നിനക്കറിയാവോ എവിടെ ഉണ്ട്? അയാളൊരു 2-3 കല്യാണമൊക്കെ വേറെ കഴിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. നല്ല മനുഷ്യൻ. അറിയില്ല, എനിക്ക് കഴിച്ചതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പം ഇന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നന്നായി. അയാൾ ഉണ്ടായിരുന്നോണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞാൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഉള്ളിൽ കിടന്ന് ജീവിക്കേണ്ടി വന്നിട്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ അമ്മച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമാണ് കുടുംബമായിട്ടൊക്കെ ജീവിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു സെക്കൻഡ് മാരേജ് പ്ലാൻ ചെയ്തില്ല. സെക്കൻഡ് മാരേജ് എനിക്ക് ഓൾറെഡി നടന്ന മാരേജിൽ ഞാൻ ഇപ്പോഴും മടുത്തു ഇതാക്കിയിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ആണുങ്ങളോടൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു 27 വയസ്സിനൊക്കെ ശേഷമാണ് ഞാൻ മര്യാദയ്ക്ക് ആണുങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാനോ ഞാൻ എൻ്റേതായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ ഒക്കെ തുടങ്ങിയത്. ശരിക്കും അതുവരെ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കൊരു തുറച്ചു നോട്ടം വന്നാലോ ഒക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് അത്രയും വലിയൊരു ഡ്രോമയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയത്. ഞാൻ കണ്ടാണല്ലോ എല്ലാവരും ആരെ കണ്ടാലും വാടോ പോടോ എന്നല്ലേ നീ വിളിക്കുന്നത്. അതെ അതെ അതെ. അത് എനിക്ക് ആ ചില നോട്ടങ്ങളോടുള്ള പ്രശ്നമാണ്. ചിലരൊന്നും മര്യാദയ്ക്കായിരിക്കും നോക്കുന്നത്, പക്ഷെ എനിക്ക് അറിയില്ല അവരെങ്ങനെ നോക്കണേന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ റിയാക്ട് ഒക്കെ ചെയ്തു പോകുന്ന ഒരു ഇതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് എല്ലാവരെയും ഒരുവിധം മനസ്സിലാവുകയൊക്കെ ചെയ്യും. അന്ന് എൻ്റെ ഒരു മനനില അതല്ലായിരുന്നു. അതുകൊണ്ടിട്ട് സംഭവിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. കുറേ തെറ്റുകളായിട്ടൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടൊക്കെയുണ്ട്. ആളുകളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടൊക്കെ ചില പുരുഷന്മാരോട് മിസ്ബിഹേവ് ചെയ്ത സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ സംഭവിച്ചത് ആണ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഞാൻ അസംഷൻ ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള മനുഷ്യരോടൊക്കെ ഞാൻ പിന്നീട് ക്ഷമ പറയുകയും അതെൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണെന്ന് റിയലൈസ് ചെയ്യാം. പിന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പം ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി അയാളുടെ ഭാഗത്ത് ശരിക്കും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കി തന്നെ ഇപ്പം ഇതാക്കാറുള്ളൂ. പണ്ട് എല്ലാവരും അങ്ങ് അബ്യൂസറാണെന്നുള്ള ഒരു തോട്ട് തന്നെയായിരുന്നു മൈൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ ഈ വിഷയങ്ങളെയൊക്കെ അവരുടെ കള്ള കേസായിട്ടൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ കൺമുന്നിൽ തന്നെ കാണുന്ന സാഹചര്യത്തിൽ കുറേയൊക്കെ മാറി തുടങ്ങി.